friends, welcome back to Students Learnhouse. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th യൂണിറ്റ് 3 ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനിലെ തുടർന്നുള്ള സ്റ്റാൻസാസ് ആണ്. ഈ പോയത്തിലെ ആദ്യത്തെ 4 സ്റ്റാൻസുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു 5th and 6th stanza. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. Upon the time of sparrow sheep, when the moth came once more, the old priest Peter Gilligan stood upright on the floor. നമുക്ക് ഈ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. The number of stars increases into millions. They എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റാർസിനെയാണ്. അങ്ങനെ സ്റ്റാർസ് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ എണ്ണം കൂടി മില്യൺസായി മാറി. ലീവ് ഷൂക്ക് ഇൻ ദ വിൻഡ്, കാറ്റിൽ ഇലകൾ ആടി. God covered the world with darkness and whispered soft sound into the ears of mankind. ദൈവം ഇരുട്ടുകൊണ്ട് ലോകം മൂടി, എന്നിട്ട് പാട്ടുപോലെ മൃദുലമായ ശബ്ദം മനുഷ്യരാശിയുടെ ചെവിയിലെത്തിച്ചു. This has a symbolic reference to the love and care of a mother to her baby. ഒരമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹവും പരിചരണവുമാണ് ഈ ലൈൻസിൻ്റെ സിംബോളിക് റെഫറൻസ് ആയിട്ട് പോയിട്ട് കാണിച്ചു തരുന്നത്. ലൈക്ക് എ മദർ സെൻസ് എ ബേബി ഇൻ ടു സ്ലീപ്പ് കവറിങ് ഇറ്റ് ഇൻ എ ബ്ലാങ്കറ്റ് ആൻഡ് സിംഗിങ് എ ക്രാഡിൽ സോങ്, ഗോഡ് സെൻസ് പീപ്പിൾ ഇൻ ടു സ്ലീപ്പ്. ഈ സ്റ്റാൻസയുടെ എക്സാമ്പിളായിട്ട് പോയിട്ട് പറയുന്നത് ഒരു അമ്മയുടെ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഒരമ്മ കുട്ടിയെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് താരാട്ടുപാട്ട് പാടി ഉറക്കുന്നതാണ് എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഗോഡ് സെൻസ് പീപ്പിൾ ഇൻ ടു സ്ലീപ്പ്. ദൈവം ജനങ്ങളെ ഉറക്കത്തിലേക്ക് അയക്കും. ഈ സ്റ്റാൻസയിലെ വേർഡ് മീനിങ് ഗ്രൂ എന്ന് പറഞ്ഞിട്ടെങ്കിൽ പാസ്റ്റ് ഓഫ് ഗ്രോ, വളരുക. ഗ്രൂ എന്ന് പറഞ്ഞാൽ ഗ്രോയുടെ പാസ്റ്റാണ്. ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക. ഷൂക്ക് പാസ്റ്റ് ഓഫ് ഷേക്ക്, മൂഡ് ആൻഡ് വൈബ്രേറ്റ്. ഷൂക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഇളകുക എന്നാണ് അർത്ഥം. പിന്നെ അനഫോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the repetition of the same word or phrase at the beginning of successive lines. തുടർന്നുള്ള ലൈൻസിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസോ റിപ്പീറ്റ് ചെയ്ത് വരിക. ഇവിടെ ഇപ്പം ആൻഡ് 3 ലൈൻസിൽ തുടക്കത്തിൽ തന്നെ ആൻഡ് എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു. അതിനെയാണ് അനഫോറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. Upon the time of the sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Meaning, the old priest Peter Gilligan wakes up from his sleepy only at sunrise. When the bird, sheep and moth come again, he stood upright on the floor as if ready to rush out. പ്രായം ചെന്ന പുരോഹിതൻ സൂര്യോദയത്തിൻ്റെ സമയത്താണ് എണീക്കുന്നത്. ആ സമയത്ത് കിളികൾ ശബ്ദമുണ്ടാക്കുന്നുണ്ട്, പുഴുക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എണീറ്റ് പോകാനുള്ള തിരക്കിൽ തറയിൽ എണീറ്റ് നിന്നു. വേർഡ് മീനിങ് ടൈം ഓഫ് സ്പാരോ ഷീപ്പ്, അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഓർ ഡൗൺ. ടൈം ഓഫ് സ്പാരോ ഷിപ്പിനർത്ഥം സൂര്യോദയത്തിൻ്റെ സമയത്ത് എന്നതാണ്. ഈ സ്റ്റാൻസയോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ദേ സ്ലോലി ഗ്രൂ ഇൻ ടു മില്യൻസ്. വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് ദേ ഹിയർ? അവർ മെല്ലെ മില്യൻസ് ആയിട്ട് വളർന്നു. ഇവിടെ ദേ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്നാണ് ചോദ്യം.
ആൻസർ ദേ റെഫേഴ്സ് ടു സ്റ്റാർസ്. ദേ കൊണ്ട് ഉദ്ദേശിച്ചത് സ്റ്റാർസിനെയാണ്, നക്ഷത്രങ്ങളെയാണ്. സ്റ്റാർസ് ഗ്രൂ ഇൻ ടു മില്യൻസ്. നക്ഷത്രങ്ങളാണ് മില്യൻസ് ആയിട്ട് വളർന്നത്. നെക്സ്റ്റ്, ഡിഡ് ഫാദർ പീറ്റർ ഗില്ലിഗൻ ഗോ ടു പുവർ മാൻസ് ഹൗസ് ഇമ്മീഡിയറ്റ്ലി? ഫാദർ ഗില്ലിഗൻ പെട്ടെന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിലോട്ട് പോയോ എന്നാണ് ചോദ്യം. നോ. നോ എന്നാണ് ആൻസർ. വാട്ട് ഡിഡ് ഹീ ഡു? എന്താണ് അദ്ദേഹം ചെയ്തത്? ഹീ ലീൻ ഓൺ ദ ചെയർ, ഹീ പ്രേഡ് ആൻഡ് ഹീ ഫെൽ അസ്ലീപ്. അദ്ദേഹം ചെയറിൽ, കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയതാണ്. വൈ ഡിഡ് ഹീ ഫോൾ അസ്ലീപ്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങിയത്? ഹി വാസ് വെരി വീക്ക്. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. സോ ഹി ഫെൽ അസ്ലീപ്. അതുകൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയതാണ്. ഹൂ ബിഗാൻ ടു പീപ്പ്? ആരാണ് എത്തി നോക്കാൻ തുടങ്ങിയത്? സ്റ്റാർസ്. നക്ഷത്രങ്ങളാണ് എത്തി നോക്കാൻ തുടങ്ങിയത്. വെൻ ഈസ് ദ ടൈം ഓഫ് സ്പാരോ ചിപ്പ്? എപ്പോഴാണ് കുരുവികൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുന്നത്? മോർണിംഗ്, രാവിലെയാണ്. ഹൗ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഫാദർ ഗില്ലിഗൻ woke up? എപ്പോഴാണ് പോയറ്റ് പറയുന്നത് ഫാദർ ഗില്ലിഗൻ എണീറ്റുവെന്ന്? ഹീ സ്റ്റുഡ് അപ്രൈറ്റ്. അദ്ദേഹം തറയിൽ നേരെ എണീറ്റ് നിന്നപ്പോഴാണ് പോയറ്റ് അങ്ങനെ പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സ്റ്റാൻസ. Mavron, Mavron, the man has died while I slept in the chair. He roused his horse out of its sleep and rode with little care. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again? Let's look the meaning of this stanza. Mavron, Mavron, the man has died while I slept in the chair. He roused his horse out of its sleep and rode with the little care. ഇവിടെ പോയിട്ട് പറയുന്നത് ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ക്രൈഡ് ഔട്ട് മാവ്രോൺ മാവ്രോൺ. അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി ഉച്ചത്തിൽ മാവ്രോൺ മാവ്രോൺ എന്ന് പറഞ്ഞ് കരയുകയാണ്. മാവ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലാസ്, ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ. അദ്ദേഹത്തിൻ്റെ സങ്കടം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. The sick man might have died and the priest did not attend his last moment. ആ വയ്യാതായ ആൾ മരിച്ചിട്ടുണ്ടാവാം, പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. Soon he roused his sleeping horse and rode carelessly towards the sick man's house. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുതിരയെ വിളിച്ചുണർത്തിയിട്ട് അദ്ദേഹം ശ്രദ്ധയില്ലാതെ ആ വയ്യാതായി കിടക്കുന്ന ആളുടെ വീട്ടിൽ പോയി. സ്റ്റാൻസയിലെ വേർഡ് മീനിങ് മാവ്രോൺ, ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ, സങ്കടം പ്രകടിപ്പിക്കുകയാണ്. അല്ലാസ് എന്ന് പറഞ്ഞിട്ട്. റൗസ്ഡ്, അവേക്കൻഡ്, വിളിച്ചുണർത്തുക. വിത്ത് ലിറ്റിൽ കെയർ, വിത്തൗട്ട് കെയർ, ശ്രദ്ധയില്ലാതെ. വാട്ട് ഡിഡ് ഫാദർ പീറ്റർ ഗില്ലിഗൻ ഡു ആഫ്റ്റർ ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്? രാവിലെ എണീറ്റിട്ട് ഫാദർ പീറ്റർ ഗില്ലിഗൻ എന്താണ് ചെയ്തത്? ഹീ റൗസ്ഡ് ഹിസ് ഹോയ്സ് ആൻഡ് റോഡ് കെയർലെസ്ലി ടു ദ പുവർ മാൻസ് ഹൗസ്. അദ്ദേഹത്തിൻ്റെ കുതിരയെ വിളിച്ചുണർത്തിയിട്ട് ശ്രദ്ധയില്ലാതെ ഓടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ആളുടെ വീട്ടിൽ പോയി. വാട്ട് ഡിഡ് ദ പുവർ മാൻ വൈഫ് ആസ്ക് ഫാദർ പീറ്റർ ഗില്ലിഗൻ? എന്താണ് പാവപ്പെട്ട ആളുടെ ഭാര്യ പീറ്റർ ഗില്ലിഗനോട് ചോദിച്ചത്? ഫാദർ, യു കം അഗെയിൻ? അച്ചോ, നിങ്ങൾ വീണ്ടും വന്നുവോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചത്. ഹൗ ഡിഡ് ഫാദർ പീറ്റർ ഗില്ലിഗൻ റൈഡ് ഹിസ് ഹോഴ്സ് ടു ദ പുവർ മാൻസ് ഹൗസ്? എങ്ങനെയാണ് ഫാദർ പീറ്റർ ഗില്ലിഗൻ ആ പാവപ്പെട്ട ആളുടെ വീട്ടിലേക്ക് കുതിരയെ ഓടിച്ചു കൊണ്ടുപോയത്? ഹീ റോഡ് ഹിസ് ഹോഴ്സ് വെരി ഫാസ്റ്റ് വിത്ത് ലിറ്റിൽ കെയർ. അദ്ദേഹം വളരെ വേഗത്തിലാണ് കുതിരയെ ഓടിച്ചു കൊണ്ടുപോയത്. വിത്ത് ലിറ്റിൽ കെയർ, തീരെ ശ്രദ്ധയില്ലാതെയാണ് കൊണ്ടുപോയത്. വൈ ഡിഡ് ഹി റൈഡ് ഹിസ് ഹോഴ്സ് വിത്ത് ലിറ്റിൽ കെയർ? എന്തിനാണ് തീരെ ശ്രദ്ധയില്ലാതെ കുതിരയെ ഓടിച്ചത്? ഹി വാണ്ടഡ് ടു റീച്ച് ദ പുവർ മാൻസ് ഹൗസ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന്
ആ പാവപ്പെട്ട ആളുടെ വീട്ടിൽ എത്താൻ വേണ്ടിയിട്ടാണ് കുതിരയെ ശ്രദ്ധയില്ലാതെ ഓടിച്ചു കൊണ്ടുപോയത്. Let's continue the poem. And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan increased swayed to and fro. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. നമുക്ക് ഈ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in green swayed to and fro. When the priest asked her whether her husband died, she replied that he had died an hour before. പുരോഹിതൻ അവളോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് മരിച്ചുവോ എന്ന്. അപ്പോൾ അവൾ മറുപടി കൊടുത്തു, എൻ്റെ ഭർത്താവ് 1 മണിക്കൂർ മുന്നേ മരിച്ചുപോയെന്ന്. Hearing this, the priest walked to and fro in great grief. ഇത് കേട്ടപ്പോൾ പുരോഹിതൻ സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. Word meaning swayed, moved to and fro, walked up and down. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, മുകളിലോട്ടും താഴോട്ടും നടക്കുക എന്നൊക്കെയാണ് swayedൻ്റെ അർത്ഥം. Next stanza. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. She continued and said that when the priest left, her husband died as merry as a bird. അവൾ തുടർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയതിന് ശേഷം എൻ്റെ ഭർത്താവ് മരിച്ചു, ഒരു സന്തോഷമുള്ള ഒരു പക്ഷിയെപ്പോലെ. Hearing her words, the priest knelt in prayer and praised the God. ഇത് കേട്ടപ്പോൾ പുരോഹിതൻ കുമ്പസരിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തി. The priest was sleeping in his house and he did not attend the dying man. He now realized that. പുരോഹിതൻ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് ഈ മരിച്ച ആളുടെ അവസാന നിമിഷങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് മനസ്സിലായി. Word meaning merry means happy, സന്തോഷം. What did the woman tell the priest? എന്താണ് ആ സ്ത്രീ പുരോഹിതനോട് പറഞ്ഞത്? The woman told the priest that her husband had died an hour before the priest reached. ആ സ്ത്രീ പുരോഹിതനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വരുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. Father knelt down on that word. Why? ഫാദർ ആ വേർഡ് കേട്ടപ്പോൾ കുമ്പസരിച്ചു. എന്തുകൊണ്ട്? He was grateful to God. അദ്ദേഹം ദൈവത്തോട് കടപ്പെട്ടവനാണ്. അത് കാരണമാണ് അദ്ദേഹം കുമ്പസരിച്ച് ദൈവത്തെ പുകഴ്ത്തി പറയുന്നത്. Father Peter Gilligan swayed to and fro. Why? Father Peter Gilligan അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്ത് കാരണമാണ്? He could not do this priestly duties and he was restless. ഫാദർ പീറ്റർ ഗില്ലിഗന് അദ്ദേഹത്തിൻ്റെ ജോലികളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണമാണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നത്. Poet uses a number of images in the poem. കവിയായ ഈറ്റ്സ് ഈ പോയത്തിൽ കുറേ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട്. Those images provide us sensory experiences. ആ ഇമേജസ് സെൻസറി എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. വാട്ട് ഡസ് സെൻസറി മീൻ? വി ഹാവ് 5 സെൻസസ്. എന്താണ് സെൻസറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് 5 സെൻസസ് ആണുള്ളത്. ഐസ് ടു സീ, ഇയേഴ്സ് ടു ഹിയർ, നോസ് ടു സ്മെൽ, ടങ് ടു ടേസ്റ്റ് ആൻഡ് സ്കിൻ ടു ടച്ച്. കണ്ണ് കാണാൻ വേണ്ടിയിട്ട്, ചെവി കേൾക്കാൻ വേണ്ടിയിട്ട്, മൂക്ക് മണക്കാൻ വേണ്ടിയിട്ട്, നാവ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്ന് തൊടാൻ വേണ്ടിയിട്ട്. Sensory means related to our senses which help us to hear, see, smell, taste and touch. Sensory എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസസിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുക? കേൾക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്, മണക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് സെൻസറി എന്ന് പറയുന്നത്. വിഷ്വൽ ഇമേജസ്. വിഷ്വൽ ഇമേജസ്, ഇറ്റ് ഈസ് ആൻ ഇമേജ് റിലേറ്റഡ് ടു സൈറ്റ്. അത് നമ്മുടെ കാഴ്ചയെ ബന്ധപ്പെട്ടുള്ള ഇമേജാണ്.
When we read a particular line or phrase, a picture of it comes to our mind. നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ലൈൻസോ ഫ്രേസോ പിക്ചറോ വായിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിലോട്ട് വരും. For example, when we read they slowly into millions grew, we get a clear picture of a starry night. നമ്മൾ ദേ സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ എന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു രാത്രിയാണ് മനസ്സിലേക്ക് വരിക. കുറേ നക്ഷത്രങ്ങൾ ആകാശത്തിൽ കൂടി വരുന്ന ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഓഡിറ്ററി ഇമേജസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓഡിയോ. അത് ശബ്ദത്തിനോട് റിലേറ്റഡ് ആണ്. എക്സാമ്പിൾ ദ ചിപ്പിംഗ് ഓഫ് ദ സ്പാരോ. കുരുവികൾ ശബ്ദമുണ്ടാക്കുന്നത് ഒരു ഓഡിറ്ററി ഇമേജ് ആയിട്ടാണ് പോയിട്ട് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള സ്റ്റാൻസാസ് തുടർന്നുള്ള വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.